ഓപ്പൺ ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. ചിക്കൻ കറി നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ചിക്കൻ കറി ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. ഈ ചിക്കൻ കറി തയ്യാറാക്കാനായി ഞാനിവിടെ 1.5 കിലോയോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായി 3 ടൊമാറ്റോ, 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലിയോളം വെളുത്തുള്ളി, കൂടാതെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, 4 സവോള എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 കാഷ്യൂ നട്ട്സ് ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പിന്നീട് എന്തിനാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്കായും പട്ട, 2 ഗ്രാമ്പു, കറുവപ്പട്ട, പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. ശേഷം നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴണ്ട് കിട്ടാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം പച്ചമുളകും ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് തുടർച്ചയായി ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. സവോള നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരണം. ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായി സവോളയൊക്കെ ഒന്ന് വഴണ്ട് നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി തക്കാളിപ്പഴം ചേർക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിൽ തക്കാളിപ്പഴം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാനിവിടെ ഒരു 4 സ്പൂണോളം മല്ലിപ്പൊടിയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാനുണ്ട്. ഞാൻ 2 സ്പൂൺ മസാലപ്പൊടി ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ നമ്മുടെ തക്കാളിപ്പഴവും സവാളയും ഈ പൊടികളെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. ചേർത്ത് നമുക്കിതിനെ ഗ്രേവിയാക്കി എടുക്കാം. നമ്മുടെ ഇറച്ചി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇവിടെ ചേർക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ചതായ കാഷ്യൂ നട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. അത് ഈ ഗ്രേവിയിലേക്ക് നമുക്കിപ്പോൾ തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചതായ ഇറച്ചി കഷ്ണങ്ങൾ നമുക്കിതിലൂടെ ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അല്പ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇതിനെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അടിയിൽ പിടിക്കാതെ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇറച്ചി ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തേങ്ങാപ്പാൽ ചേർത്തുള്ള ചിക്കൻ കറി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിം ആക്കി നമുക്കൊന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ ചിക്കൻ കറി നോക്കാം. ചിക്കൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചിക്കൻ കറി നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാം. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.